ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴവും 2 മുട്ടയും വെച്ചിട്ട് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത്യാവശ്യം നന്നായിട്ട് വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തണുത്ത മുട്ട വെച്ചിട്ട് ചെയ്യരുത്. ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇത്ര ബാക്കി വെച്ചിട്ടുണ്ട്. പഴത്തിന് നല്ല മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് അത്ര പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒന്നില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ആക്കി എടുക്കണം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ എടുക്കരുത്. നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ ചിലപ്പം കൂട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഈ ഒരു പാകത്തിന് തന്നെ ആക്കുക. അഥവാ കൂട്ട് നല്ല തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഈ ഒരു ലൂസിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ മാവ് ഈ ഒരു ലൂസിൽ തന്നെ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സോസ് പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ കൂട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം ചെറുതായിട്ടൊന്ന് മുട്ടി കൊടുക്കണം. ഇതിലെ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മൂടിയിലൂടെ ചെറുതായിട്ടൊന്ന് എയർ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പേപ്പർ ചുറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇതിപ്പോൾ 20 മിനിറ്റ് കൊണ്ടാണ് വെന്തിട്ടുള്ളത്. നിങ്ങൾ 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ വെന്തിനോന്നറിയാൻ ഒരു കത്തിയോ ഫോർക്കോ ഒരു ഈർക്കിളിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം നമ്മൾ കളയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ പഴം പൊരിക്കോ മറ്റെന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.